പരിസ്ഥിതി ദിനാഘോഷത്തെ ചൊല്ലി സർക്കാർ ഗവർണർ പോരും. രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ നിന്ന് കൃഷി വകുപ്പ് പിന്മാറി. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കലും വേണമെന്ന നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചു. നമുക്ക് നേരത്തെ തന്നെ പരിപാടിയെക്കുറിച്ച് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ രാജ്ഭവനിലേക്ക് പരിപാടിയുടെ അറിയിപ്പുകൾ ചെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോഗ്രാം നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ പ്രോഗ്രാം നിശ്ചയിച്ച് നൽകി ആ പ്രോഗ്രാമിൽ ഇന്നലെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ശേഷം പൊടുന്നനവേ ഒരു മാറ്റം വരുത്തിയുണ്ടായി. ആ മാറ്റം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പരിപാടിക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എതിർപ്പില്ല. എന്നാൽ ഇവിടെ ഉപയോഗിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടം പോലും അല്ലാതെ അതല്ലാതെ മറ്റൊരു പടമെല്ലാം വെച്ചിട്ട് ആ തരത്തിൽ അവതരിപ്പിക്കുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. സംഭവത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ രംഗത്തെത്തി. രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി എങ്ങനെ വേണമെന്ന് രാജ്ഭവനാണ് തീരുമാനിക്കുന്നത് എന്നായിരുന്നു നിലപാട്. സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രം മാറ്റാൻ കഴിയില്ല എന്നും ഗവർണർ നിലപാടെടുത്തു. രാജ്ഭവൻ RSS ആസ്ഥാനമാക്കാൻ പാടില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അങ്ങനത്തെ നിബന്ധനകൾ രാജ്ഭവനിൽ നിന്ന് വയ്ക്കുന്നത് ശരിയല്ലല്ലോ. രാജ്ഭവൻ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ സർക്കാരും മിണ്ടാതിരുന്നു. രാജ്ഭവനിൽ RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് മുൻ പ്രധാനമന്ത്രിമാരെ, ഈ രാജ്യം ആദരിക്കുന്ന മുൻ പ്രധാനമന്ത്രിമാരെ മുഴുവൻ അപമാനിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു. ഈ പിണറായി വിജയൻ ചുണ്ടൊന്നനക്കിയോ? ഒരു പ്രശ്നമില്ല. ഈ CPM എന്തെങ്കിലും പറഞ്ഞോ? ഒരു കുഴപ്പമില്ല അവർക്ക്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഈ ഗവർണറും സർക്കാരും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണ് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ദിവസം അദ്ദേഹത്തെ കാണാനായി രാജ്ഭവനിൽ നിന്ന് ഗവർണർ ക്ലിഫ് ഹൗസിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുന്ന പോലെ വ്യക്തിപരമായി വളരെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ. അതുപോലെ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകേണ്ട ഘട്ടങ്ങളിലൊക്കെ അനുരഞ്ജനത്തിൻ്റെ സാധ്യത അവിടെയൊക്കെ തെളിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ഏറ്റുമുട്ടൽ, ഞങ്ങൾ രാജ്ഭവൻ്റെ കാര്യം രാജ്ഭവൻ തീരുമാനിക്കാം, അത് സർക്കാരല്ല അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് രാജ്ഭവൻ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. എങ്ങനെയാണ് ഇത് ഈ നിലയിൽ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റാനുള്ള തീരുമാനം? അത് മുഖ്യമന്ത്രി തന്നെയാണ് കൃഷിമന്ത്രിയോട് ആ പരിപാടി അവിടെ നിന്ന് മാറ്റുക എന്ന ആ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തതെന്ന് കേൾക്കുന്നു. എന്താണ് അതിൻ്റെ വസ്തുത ഷഫീദ്? വിജയകുമാർ, സംസ്ഥാനത്തെ സർക്കാർ ഗവർണർ പോരിന്റെ സീസൺ 2 അത് ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള വിലയിരുത്തലുകളും സൂചനകളും ഒക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ രാജ്ഭവനിൽ നടത്തിയ പ്രഭാഷണ പരിപാടിയിൽ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് നടത്തിയ പ്രസംഗമടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലടക്കം മുഖ്യമന്ത്രി ആ വിഷയം അത് ഒരു വിമർശനത്തിന്റെ ധ്വനിയിൽ തന്നെ ഉയർത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 11 മണിക്ക് കൃഷി വകുപ്പിന്റെ ഔദ്യോഗിക പരിസ്ഥിതി ദിന പരിപാടി രാജ്ഭവനിൽ മുൻ നിശ്ചയിച്ചത് പ്രകാരം ആ പരിപാടിയിലെ കാര്യങ്ങൾ ഈ രാജ്ഭവനും കൃഷിമന്ത്രിയുടെ ഓഫീസും തമ്മിൽ കൂടിയാലോചിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഇങ്ങനെ ഒരു ഭാരതമാതാവിൻ്റെതെന്ന് തോന്നിക്കുന്ന ചിത്രത്തിൽ വിളക്ക് കൊളുത്തണമെന്നുള്ള നിർദ്ദേശം അത് രാജ്ഭവനിൽ നിന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇത് അപ്പോൾ തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും കൃഷിമന്ത്രി തന്നെ ഈ വിഷയത്തിൽ അങ്ങനെ ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പരിപാടിയുടെ ഭാഗമായി നടത്തുമ്പോൾ അങ്ങനെ ഒരു പ്രതീകം വരുന്നത് തന്നെ തെറ്റാണ് എന്നുള്ള നിലപാട് കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ അത് നീക്കം ചെയ്തുകൊണ്ട് പരിപാടി നടത്താൻ കഴിയില്ല എന്ന് രാജ്ഭവനും നിലപാടെടുത്തതോടുകൂടിയാണ് ആ പരിപാടി സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. ഇനി നമുക്കറിയാം, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യവും സീസണുമൊക്കെയാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ മറ്റൊരു വിവാദത്തിലേക്ക് വഴിവെക്കേണ്ടതില്ല എന്നൊരു പക്ഷേ സർക്കാർ ചിന്തിച്ചോ എന്ന് നമുക്കറിയില്ല. പകരം ഈ പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. നേരത്തെ കൃഷി വകുപ്പ് ഡയറക്ടറും വകുപ്പ് സെക്രട്ടറിയും വകുപ്പ് മന്ത്രിയും MLA മാത്രമായിരുന്നു ആ പരിപാടിയെങ്കിൽ ആ പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഈ വിഷയം ഉന്നയിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദർബാർ ഹാളിലേക്ക് ആ പരിപാടി മാറ്റിയത് എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. പുറത്തിറങ്ങിയ മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന
ഭാരതമാതാവിന്റെ ചിത്രമല്ല രാജ്ഭവനിൽ ഉണ്ടായിരുന്നത്, RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. ഭരണഘടനാ പദവിയുള്ള ഒരിടത്ത് സർക്കാരിന്റെ പരിപാടി അങ്ങനെ നടത്തുന്നത് ഭരണഘടനാപരമായി ശരിയല്ല. RSS മാത്രം ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമാണ് രാജ്ഭവനിൽ ഉണ്ടായിരുന്നത്. അതിൽ പുഷ്പാർച്ചന നടത്തണം എന്നതിനോട് സർക്കാരിന് യോജിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ടാണ് സർക്കാർ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ള ഒരു പ്രതികരണം കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി രാജ്ഭവൻ പ്രതികരിച്ചിട്ടില്ല. നമ്മളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ആ വിഷയത്തിൽ വിശദീകരണമായി പറയുന്നതാണ്. രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നാൽ അതെന്തായിരിക്കും, അത് വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വരും മണിക്കൂറുകളിലെ ഏറ്റവും ആകാംക്ഷാകരമായിട്ടുള്ള കാര്യം. വിജയകുമാർ. യെസ്, ഷഫീദ് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ രാജ്ഭവൻ എന്താണ് അക്കാര്യത്തിൽ ഔദ്യോഗികമായി വിശദീകരണം നൽകാൻ പോകുന്നത് എന്നതൊരു രാഷ്ട്രീയ കൗതുകം കൂടിയാണ്. എന്തായാലും ഇതിൽ BJP നേതാക്കളുടെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ വി മുരളീധരന്റെ പ്രതികരണം ചില കടുത്ത ഒരു പ്രതികരണമാണ്. RSSന്റെ ഭാരതാംബയെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ CPI വേറെ ഭാരതാംബയെ ചിത്രം കൊണ്ടുവരട്ടെ എന്നാണ് വി മുരളീധരൻ പറയുന്നത്. പാകിസ്ഥാൻ പതാകയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തണം എന്നാണോ CPI നിലപാട് എന്ന് വി മുരളീധരൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ CPIക്ക് കൂറ് പാകിസ്ഥാനോടോ എന്ന ചോദ്യമാണ് വി മുരളീധരൻ അവിടെ ഉയർത്തുന്നതായാലും ഈ വിഷയത്തിൽ സജീവ രാഷ്ട്രീയ ചർച്ച നടക്കും എന്ന് ഉറപ്പാവുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആ ചർച്ച ആ വഴിക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ CPI അല്ലെങ്കിൽ BJP നേതാക്കളുടെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.